الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم
ولا الضالين وإذا سألك عبادي أني فإني قريب أجيب دعوة الداع إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. इस आयत का तर्जुमा है कि और जब मेरे बंदे तुझसे मेरे मुतल्लिक सवाल करें. ഈ ആയത്തിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: എന്റെ ദാസർ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ തീർച്ചയായും അടുത്തു തന്നെയുണ്ട്. ദുആ ചെയ്യുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുന്നു. അവനും എന്റെ കാര്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതാണ്, എന്നിൽ വിശ്വസിക്കുകയും ചെയ്യേണ്ടതാണ്, അവന് ഹിദായത്ത് കരസ്ഥമാകുന്നതിന് വേണ്ടി. ലോകത്തിന് എത്ര കണ്ട് ഇക്കാലത്ത് അള്ളാഹുവിലേക്ക് തിരിയേണ്ട ആവശ്യമുണ്ടോ അത്ര കണ്ട് അവർ ദൈവത്തിൽ നിന്നും അകലുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്ത് താമസിക്കുന്ന മനുഷ്യൻ സൃഷ്ടികളിൽ ഉത്തമനാണെന്നാണ് പറയപ്പെടുന്നത്. ലോകത്തുള്ള കുഴപ്പങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് തന്റെ പര്യവസാനം ശരിയാക്കി തീർക്കുന്നതിനായി അവന് എത്ര കണ്ട് അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ടോ അത്ര കണ്ട് അവൻ ദൈവത്തിൽ നിന്നും അകലുകയാണ് ചെയ്യുന്നത്. ദൈവവുമായി ബന്ധം സ്ഥാപിക്കുന്നവരാണെന്ന് വാദിക്കുന്നവരും അതിൻ്റെതായ നിബന്ധനകൾ പാലിക്കുന്നില്ല. ആ നിബന്ധനകൾ പാലിക്കാൻ അവർ ശ്രമിക്കുന്നില്ല. അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നതിനായി ഉപരിപ്ലവമായ വിശ്വാസമോ പ്രവർത്തനമോ മതിയായി തീരുന്നതല്ലെന്ന പരമാർത്ഥം അവരറിയുന്നില്ല. വിശ്വാസത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും അകത്തളങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആത്മാവിനെയാണ് അവർ അന്വേഷിക്കേണ്ടത്. ഞങ്ങൾ വിശ്വാസികളാണെന്നും അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നവരാണെന്നും വാദിക്കുന്നവരുടെ അവസ്ഥയാണിത്. എന്നാൽ ലോക ജനസംഖ്യയിൽ 3/4 ആളുകളും അള്ളാഹുവിന്റെ സ്ഥാനത്ത് മറ്റുള്ള പൊടി ദൈവങ്ങളെ പ്രതിഷ്ഠിച്ച് ശിർക്കിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ അവർക്ക് ദൈവത്തിന്റെ അസ്തിത്വത്തിൽ വിശ്വാസമേ ഇല്ല. ദൈവത്തെ തന്നെ അവർ നിഷേധിക്കുന്നു. അവർ നിഷേധിക്കുക മാത്രമല്ല, ഒരു ലോകത്തെ തന്നെ വഴികേടിലേക്ക് നയിക്കുന്നതിന് ഒരു കുറവും വരുത്തുന്നില്ല. എന്നാൽ ഈ അവസ്ഥയെല്ലാം നിലനിൽക്കെ തന്നെ ചെറിയൊരു സംഘം അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നവരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ പൂർത്തിയായെന്ന് അംഗീകരിക്കുന്നവരും അള്ളാഹു ആ ആത്മാവിനോട് ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ എല്ലാം സത്യപ്പെടുത്തുന്നവരുമായിട്ടുണ്ട്. ലോകം ഇക്കാലത്ത് അവരുടെ പടച്ചവനെ ആകാശഭൂമികളുടെ സൃഷ്ടാവിനെ മറന്നുപോവുകയും ലോകത്ത് നിന്ന് ദൈവത്തിന്റെ സത്തയെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം ഇല്ലാതായി തീരുകയും ചെയ്തപ്പോൾ അള്ളാഹു തന്റെ റുബൂബിയത്ത് എന്ന ഗുണം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തെ കുഴപ്പങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി, സൃഷ്ടികളെ സൃഷ്ടാവുമായി സമീപസ്ഥമാക്കുന്നതിനായി ഒരു ഇമാമിനെ അയച്ചു എന്നവർ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ കക്ഷി, ഈ ജമാഅത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ അഹമ്മദികളുടേതാണ്. അള്ളാഹു അയക്കേണ്ട വ്യക്തിയെ അയച്ചിരിക്കുന്നു എന്നതിലുള്ള വിശ്വാസം മാത്രം മതിയാകുന്നതാണോ?
और दुनिया വന്നിരിക്കുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ചില അനുയായികളും ജനങ്ങളെ ദൈവവുമായി അടുപ്പിച്ച് सोच है ലോകത്ത് നിന്ന് കുഴപ്പങ്ങൾ ഇല്ലാതാക്കുന്നതാണെന്നും വിശ്വസിച്ചാൽ മതിയോ? ईमान लाने का दावा करने वाले, അഹമ്മദികളായ നമ്മുടെ ചിന്ത ഇതാണെങ്കിൽ बातों का दावा करने वाले, നമ്മുടെ ചിന്തയും വിശ്വസിച്ചു എന്നും ആരാധിക്കുന്നു എന്നും വാദിക്കുന്നവരുടേത് പോലെയായിരിക്കും. अगर हमारी अपनी हालतों पर नजर नहीं, ഇക്കൂട്ടർ വെറും വാദം മാത്രമുള്ളവരാണ്, പ്രവർത്തനം അവർക്കില്ല. अपने खुदा से जिंदा ताल्लुक നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നാം ഒരു ആത്മപരിശോധന നടത്തുന്നില്ലെങ്കിൽ, और अपने നാം അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നില്ലെങ്കിൽ, आने वाले के पैगाम से रूह शनास करवाने वाले नहीं, നമ്മുടെ സന്താനങ്ങളെ ഈ വന്ന വ്യക്തിയെക്കുറിച്ച് അറിയിക്കുന്നവരല്ലെങ്കിൽ, हमने भी അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നില്ലെങ്കിൽ, നാമും എല്ലാം ലഭിച്ചിട്ടും നഷ്ടപ്പെടുത്തിയവരിൽ ഉൾപ്പെടുന്നതാണ്. और खुदा को भी ना पाया. നാം ലോകരുടെ ശത്രുത സമ്പാദിച്ചതോടൊപ്പം ദൈവത്തെ പ്രാപിക്കുകയും ചെയ്യാതെ പോയി. हज़रत मसीह मौऊद अलैहिस्सलाम की बैत में അഹമ്മദി ആയതിനു ശേഷം, ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വന്നതിന് ശേഷം, होगी जो एक ഒരു हकीकत अब्द रहमान യഥാർത്ഥ റഹ്മാന്റെ ദാസനിൽ उन माया ഉണ്ടായിത്തീരേണ്ട ആത്മാവ് ഉണ്ടാക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. सल्लल्लाहु अलैहि वसल्लम पैदा करने आए. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച ആ പദവികൾ കരസ്ഥമാക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. ചിലരെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്നും പുറംതള്ളപ്പെടും എന്ന് അള്ളാഹു फिक्र पैदा हुई. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനെ കുറിച്ച് ചിന്താകുലനായി. के हक में कबूल कर അള്ളാഹു തിരുനബിയുടെ വ്യാകുലതയും തന്റെ ഉമ്മത്തിനെ കുറിച്ചുള്ള വിഷമതയും കണ്ടപ്പോൾ തന്റെ ഉമ്മത്തിന് വേണ്ടി ആ മഹാത്മാവിന്റെ ദുആ സ്വീകരിച്ചുകൊണ്ട് कौम भी അദ്ദേഹത്തോട് അള്ളാഹു പറഞ്ഞു, വആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം വഹുവൽ അസീസുൽ ഹകീം. हिकमत वाला है. ഇവരോട് ഇതേവരെ ചേർന്നിട്ടില്ലാത്ത മറ്റൊരു കൂട്ടരിലും അവൻ പ്രതാപശാലിയും യുക്തിജ്ഞനുമാകുന്നു. അല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം ദൂരീകരിച്ചത് ഇപ്രകാരമാണ്. അള്ളാഹു പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം उस जाहिल और मुशरिक कौम को ഏതുപോലെ बाखुदा അക്ഷരജ്ഞാനമില്ലാത്ത बना दिया था. മുശ്രിക്കീങ്ങളായ ആ സമൂഹത്തെ अय्याशी ദൈവത്തിന്റെ ദാസരാക്കി അള്ളാഹു മാറ്റിയോ? के वजूद से बेबहरा ആർഭാടങ്ങളിൽ മുഴുകി ദൈവത്തെ മറന്നൊരു സമൂഹം ദൈവാരാധനയുടെ ഉത്തുംഗ ശ്രേണിയിൽ ഉയർത്തപ്പെട്ടുവോ? ഇതേപോലെ में ഈ ഉമ്മത്ത് അധപ്പതിച്ചാലും करके അവസാന കാലത്ത് जरिए നിന്റെ ഒരു പ്രേമിയെ ജനിപ്പിച്ചുകൊണ്ട് रहमान बनाऊंगा. അദ്ദേഹം മുഖേന എന്റെ യഥാർത്ഥ ദാസരായി തീരുന്ന फिर मेरी बंदगी का हक अदा ഇബാദുർ റഹ്മാനായ ദാസരെ ഉണ്ടാക്കുന്നതാണ്. ए मोहम्मद सल्लल्लाहु अलैहि वसल्लम गो അതുകൊണ്ട് അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, लेकिन നിന്റെ ഉമ്മത്തിന് താത്കാലികമായ ഒരു അധപ്പതനം നേരിടേണ്ടി വരുമെങ്കിലും फैसला कर रखा है. പ്രതാപവാനും യുക്തിജ്ഞനുമായ അള്ളാഹു तमाम इंसानियत के लिए മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദീൻ തന്നെയായിരിക്കും अब दीन मोहम्मद सल्लल्लाहु മാനവ സമൂഹത്തിന്റെ മോചനമാർഗം എന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. आखिरी उम्मीदगाह और इलाज ദീനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായിരിക്കും इस दीन ലോകത്തുള്ള ഫസാദുകൾ അകറ്റുന്നതിനുള്ള അവസാന ആശ്രയവും പ്രത്യാശയും. दुनिया ഈ ദീൻ തന്റെ സൗന്ദര്യം പ്രകടമാക്കിക്കൊണ്ട് മറ്റു മതങ്ങളുടെ മേൽ വിജയം കൈവരിക്കുന്നതായിരിക്കും. मसीह मोहम्मदी അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നതിനായി नहीं किरदार अदा करना है. മുഹമ്മദി മസീഹും അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരുമാണ് പ്രവർത്തിക്കേണ്ടത്. ताला जो रब्बुल आलमीन है റബ്ബുൽ ആലമീനായ അള്ളാഹു തആല उसने अशरफुल मखलूक़ात को ज़ाया होने से बचाने के लिए ഉത്തമ സൃഷ്ടികളായ മനുഷ്യനെ നഷ്ടപ്പെടുത്തുന്നതിൽ നിന്നും രക്ഷിക്കുന്നതിനായി ഉത്തമ സമുദായത്തിന് അതിന്റെ ഉന്നത പദവി നൽകുന്നതിനായി तसल्ली दिलाई हज़रत सल्लल्लाहु अलैहि वसल्लम ഈ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇவ்விധമുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നതാണ്. जो फिर दीन को റസൂൽ തിരുമേനിക്ക് ഈ ആശ്വാസവാക്കുകളാണ് അള്ളാഹു നൽകിയത്. നിന്റെ പ്രിയ പ്രേമി വന്ന് ലോകത്ത് വീണ്ടും ദീനിനെ സ്ഥാപിക്കുന്നതാണ്. वसल्लम के तुफैल से ही
ये आने തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹാശിസുകളോടെയാണ് വരാനിരിക്കുന്ന ആ മസീഹ് ആഗതനാവുക. एक जगह ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം बयान करते हुए फरमाते हैं, റബ്ബുൽ ആലമീന്റെ റുബൂബിയത്ത് വിവരിച്ചുകൊണ്ട് പറയുന്നു, अपने कौल അല്ലാഹു സുബ്ഹാനഹു വ തആല इस तरफ തന്റെ വചനമായ റബ്ബുൽ ആലമീനിൽ സൂചന നൽകുന്നത് और जमीन അവൻ എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണെന്നാണ്. की तरफ से ആകാശഭൂമിയിലുള്ളതെല്ലാം जमीन पर जो भी അവന്റെ ഭാഗത്ത് നിന്നാണ്. या गुमराह ഈ ഭൂമിയിൽ നേർവഴിയിലുള്ള ജമാഅത്തുകളെല്ലാം वो सब അതേപോലെ വഴികേടിലായതും കുറ്റവാളികളുമായതെല്ലാം തന്നെ ആലമീൻ എന്നതിൽ ഉൾപ്പെടുന്നു. इतदाल को तर्क ചിലപ്പോൾ വഴികേട്, നിഷേധം, ധിക്കാരം, സന്തുലനം നഷ്ടമാവുക എന്ന അവസ്ഥയെല്ലാം വർദ്ധിക്കുകയും जलाल അങ്ങനെ ഭൂമി അക്രമത്താലും അനീതിയാലും നിറയുകയും ചെയ്യുന്നു. ലോകർ പ്രതാപവാനായ ദൈവത്തിന്റെ മാർഗം വിട്ടൊഴിയുന്നു. ഉബൂദിയ്യത്തിന്റെ യഥാർത്ഥ അർത്ഥം അവർ തിരിച്ചറിയുന്നില്ല. റുബൂബിയ്യത്തിന്റെ കടമകൾ അവർ നിർവഹിക്കുന്നില്ല. ആ കാലം അന്ധകാര നിബിഡമായ രാത്രിയെ പോലെ ആയിത്തീരുന്നു. ദീൻ ഈ വിപത്തിനകത്ത് നെരിഞ്ഞമരുന്നു. അപ്പോൾ അള്ളാഹു പുതിയൊരു ആലം, അതായത് പ്രപഞ്ചം കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഭൂമി മറ്റൊരു ഭൂമിയായി പരിവർത്തിക്കപ്പെടുന്നു. और लोगों को ആകാശത്ത് നിന്ന് പുതിയൊരു വിധി നടപ്പിൽ വരുന്നു. आने वाले दिल ലോകർക്ക് ദൈവത്തെ തിരിച്ചറിയാനുള്ള ഹൃദയവും ये नातक जुबानें बोलने वाली जुबानें अता ദൈവികാനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുവാനുള്ള സംസാരിക്കുന്ന നാവും हुजूर നൽകപ്പെടുന്നു. रास्ते की तरह बना लेते അവർ തങ്ങളുടെ ആത്മാക്കളെ അള്ളാഹുവിന്റെ സവിധത്തിൽ ചെവിട്ടി മതിക്കപ്പെട്ട ഒരു വഴി പോലെ ആക്കി തീർക്കുന്നു. ഭയത്തോടും ഏറെ പ്രതീക്ഷയോടും കൂടി അവനിലേക്ക് വരുന്നു. ലജ്ജ കാരണം താഴോട്ട് പതിക്കുന്ന ദൃഷ്ടികളാലും തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം തിരിയുന്ന മുഖത്തോടും കൂടി അവർ വരുന്നു. अल्लाह ताला की तरफ मुतवज्जे होते हैं और बंदगी में ऐसी मोहब्बत के साथ അള്ളാഹുലേക്ക് അവർ തിരിയുന്നു. दे रही होती है അത്യുന്നതങ്ങളെ മുട്ടിവിളിക്കുന്ന ദാസത്വം അവർ പ്രകടമാക്കുന്നു. होती है പ്രശ്ന സങ്കീർണമാകുന്ന ഈ അവസരത്തിൽ അങ്ങനെയുള്ളവരുടെ ആവശ്യമാണുള്ളത്. दरिंदों और അവസ്ഥ ആകെ മാറി മറിയുന്നത് കാരണം ജനങ്ങൾ വന്യമൃഗങ്ങളെപ്പോലെയും നാൽക്കാലികളെപ്പോലെയും ആയിത്തീരുന്നു. ये आसमान में ആ സമയത്ത് അള്ളാഹുവിന്റെ കാരുണ്യവും സഹായവും ആവശ്യപ്പെടുന്നത് और इबलीस അന്ധകാരത്തെ അകറ്റുകയും ഇബ്ലീസ് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളെയും मदम कर दे കൂടാരങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ആകാശത്ത് സൃഷ്ടിക്കുക എന്നതാണ്. और ये दोनों അപ്പോൾ റഹ്മാനായ അള്ളാഹുവിന്റെ വക്കൽ നിന്ന് ഒരു ഇമാം അയക്കപ്പെടുന്നു ഷെയ്ത്താന്റെ സൈന്യത്തെ നേരിടുന്നതിനു വേണ്ടി. റഹ്മാന്റെയും ഷെയ്ത്താന്റെയും ഈ സൈന്യങ്ങൾ ശക്തമായി ഏറ്റുമുട്ടുന്നു. ഇരു കണ്ണുകൾ നൽകപ്പെട്ടവരാണ് ഇതെല്ലാം കാണുന്നത്. അങ്ങനെ അവസാനം വ്യാജത്തിന്റെ കഴുത്തിൽ കുരുക്കു വീഴുന്നു. വ്യാജപ്രസ്ഥാനങ്ങളുടെ ന്യായവാദങ്ങളാകുന്ന മരീചിക ഉന്മൂലനം ചെയ്യപ്പെടുന്നു. അങ്ങനെ ആ ഇമാം ശത്രുക്കളെ വിജയിച്ചടക്കുകയും ഹിദായത്ത് ലഭിച്ച കൂട്ടരുടെ സഹായിയായി തീരുകയും ചെയ്യുന്നു. അദ്ദേഹം ഹിദായത്തിന്റെ പതാക ഉയർത്തുന്നു. പവിത്രതയുടെ സ്ഥാനവും മാനവും നിലനിർത്തുന്നവനായിത്തീരുന്നു. അങ്ങനെ അദ്ദേഹമാണ് നിഷേധികളുടെ നേതാക്കളെ ബന്ധനസ്ഥനാക്കിയത് എന്നും അവരെ വരിഞ്ഞുകെട്ടിയിരിക്കുന്നു എന്നും ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുന്നു. അദ്ദേഹം കളവിന്റെയും വഞ്ചനയുടെയും ക്രൂരമൃഗങ്ങളെ കൂട്ടിലടിച്ചിട്ടുണ്ടെന്നും അവരുടെ കഴുത്തിൽ വടം ഇട്ടിരിക്കുന്നു എന്നും ബിദ്അത്തുകളുടെ കെട്ടിടങ്ങളെ തകർത്തിരിക്കുന്നു എന്നും അതിന്റെ ഗോപുരങ്ങളെ തകർക്കപ്പെട്ടിരിക്കുന്നു എന്നും അവർ തിരിച്ചറിയുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ചിരിക്കുന്ന ഈ മഹത്താ വിപ്ലവം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന പ്രത്യക്ഷമാവുകയുണ്ടായി. वक्ती आलम था ഇതാണ് ആ മഹാത്മാ വിവരിക്കുന്നത്. जबकि आ हजरत ഈ വിപ്ലവം താൽക്കാലികമായിരുന്നു. താൽക്കാലികമായി സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചമായിരുന്നു അത്. थे आपका ज़माना തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൽ അംബിയ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഖിയാമത്ത് നാൾ വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടമാണ്. वाली उम्मत है और आप नबी അദ്ദേഹത്തിന്റെ ഉമ്മത്ത് ഖിയാമത്ത് നാൾ വരെ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മത്താണ്. इस इनकलाब की जारी ഈ ഉമ്മത്തിന്റെ നബിയാണ് അവിടുന്ന്. सल्लल्लाहु अलैहि वसल्लम को खबर ഞാൻ പറഞ്ഞതുപോലെ ഈ വിപ്ലവം നിലനിൽക്കും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അറിയിച്ചിരുന്നു. तो इस्लाम फिर आगे फरमाते हैं
അതിന് ഭാവിയിൽ ഒരു വ്യക്തി വരും എന്നും പറഞ്ഞിരുന്നു. ഈ കാര്യം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, चीज का खालिक है। റബ്ബുൽ ആലമീൻ എന്ന വചനത്തിൽ പരിശുദ്ധനായ അള്ളാഹു വെളിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം അവൻ എല്ലാ വസ്തുക്കളിലും സൃഷ്ടാവാണെന്നാണ്. ആകാശഭൂമിയിൽ അവന്റെ സ്തുതിയാണ് നടക്കുന്നത്. സ്തുതിക്കുന്നവർ എപ്പോഴും അവന്റെ സ്തുതിയിലാണ് മുഴുകിയിരിക്കുന്നത്. तहमीद कर അവർ ദൈവസ്മരണയിൽ ലയിച്ചിരിക്കും. എല്ലാ വസ്തുക്കളും തന്നെ അവന്റെ തസ്ബീഹും തഹ്മീദും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവന്റെ ഏതെങ്കിലും ദാസൻ തന്റെ ആഗ്രഹാഭിലാഷങ്ങളുടെ ഉടുപ്പ് അഴിച്ചുമാറ്റി തന്റെ വികാരങ്ങളിൽ നിന്നും സ്വതന്ത്രനായി തീരുകയും അള്ളാഹുവിന്റെ മാർഗത്തിലും അവന്റെ ആരാധനയിലും തന്നെ ലയിപ്പിക്കുകയും ചെയ്യുകയും തന്റെ കൃപാകടാക്ഷത്താൽ അവനെ പോറ്റി വളർത്തിയ പരിപാലകനായ നാഥനെ അവൻ തിരിച്ചറിയുകയും എല്ലാ നിമിഷവും തന്നെ ആ ദൈവത്തെ സ്തുതിക്കുകയും തന്റെ ഹൃദയവാസകലവും മാത്രമല്ല തന്റെ അസ്തിത്വം ഒന്നടങ്കം സമ്പൂർണമായി അവനെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ആ സമയത്ത് ആ വ്യക്തി പ്രപഞ്ചങ്ങളിലുള്ള ഒരു പ്രപഞ്ചമായി തീരുന്നു. അതുകൊണ്ടാണ് ആലമുൽ ആലമീന്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൽ ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് ഉമ്മത്ത് എന്ന് വെച്ചിരിക്കുന്നത്. ആലമീനിൽപ്പെട്ട ഒരു ആലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതരായ ഒരു പ്രപഞ്ചവുമാണ്. മറ്റൊരാലം കൂടിയുണ്ട്. അത് അള്ളാഹു തന്റെ അന്വേഷകരിൽ കരുണ ചെയ്തുകൊണ്ട് അവസാന കാലത്ത് മുഅ്മിനീങ്ങളുടെ മറ്റൊരു സംഘത്തെ സൃഷ്ടിക്കുന്നതാണ്. आखिरा में इशारा ഇതിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് അള്ളാഹു തന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നത്, ലൗൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറ. ഈ ആയത്തിൽ അള്ളാഹു രണ്ട് അഹ്മദുകളെ കുറിച്ചാണ് പറയുന്നത്. आकर हर दो को अपनी बेपाया नेमतों में शुमार किया है। അവർ രണ്ടുപേരെയും തന്റെ അതിരറ്റ അനുഗ്രഹത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. और रसूल मुश्तबा ഇതിലെ ആദ്യത്തെ അഹമ്മദ് നമ്മുടെ പ്രവാചകൻ അഹമ്മദ് മുസ്തഫ റസൂലെ മുജ്തബ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. है जिसका नाम मोहसिन खुदा രണ്ടാമത്തെ അഹമ്മദ് ആഖിറുസ്സമാനാണ്. അദ്ദേഹത്തിന്റെ പേര് കാരുണ്യവാനായ ദൈവം മസീഹ് മഹദി എന്ന് വെച്ചിരിക്കുന്നു. ഈ പോയിന്റ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന അള്ളാഹുവിന്റെ വചനത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ചിന്തിക്കുന്ന ഓരോരുത്തരും ഇതിൽ ചിന്തിക്കേണ്ടതാണ്. ഇത് ആ മഹാത്മാവിന്റെ അറബി ഗ്രന്ഥമായ ഈജാസുൽ മസീഹ് എന്നതിൽ നിന്നും എടുത്തതാണ്. രണ്ട് ഉദ്ധരണികളും അതിൽ നിന്നും എടുത്തതാണ്. पैरवी और उससे उसके അള്ളാഹു സമ്പൂർണദാസന്റെ പരിപൂർണ അനുധാവനവും അദ്ദേഹത്തോടുള്ള നിസ്തുലമായ സ്നേഹവും പ്രേമവും കാരണം തന്റെ ആഗ്രഹാഭിലാഷങ്ങളുടെ മൂടുപടം ഊരി എറിഞ്ഞത് കാരണം और अल्लाह ताला की ज़ात में फना हो जाने की वजह से अल्लाह ताला അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ മുഴുകിയത് കാരണം അള്ളാഹു തആല അവസാന കാലത്ത് വാഗ്ദത്ത മസീഹിനെ അയക്കുകയുണ്ടായി. इश्क അദ്ദേഹം വീണ്ടും നമുക്ക് के रास्ते दिखाए അള്ളാഹു തആലയോടുള്ള कि मैंने कहा സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും के ज़रिए अल्लाह ताला ദാസത്വത്തിന്റെയും മാർഗം കാണിച്ചു തന്നു. ने फरमाया कि खुदा ताला के തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹു തആല बाखुदा इंसान बन गए। മുശ്രിക്കുകളും ദൈവനിഷേധികളുമായവരെ ദൈവ മനുഷ്യരാക്കി മാറ്റി. അവർ ലോകർക്ക് ഈ സന്ദേശം നൽകിക്കൊണ്ട് ഏകനായ അള്ളാഹുവിന്റെ ആരാധകരാക്കി മാറ്റുകയും ചെയ്തു. अल्लाह ताला को भूलने और दुनियादारी में पड़ने की वजह എന്നാൽ വീണ്ടും अपने ദൈവത്തെ മറക്കുകയും भूलकर ഭൗതികതയിൽ തിമിർത്താടുകയും ചെയ്തതിന്റെ ഫലമായി തങ്ങളുടെ ജീവിത ലക്ഷ്യം അവർ മറന്നുപോയി. बेशक അതിന്റെ കാരണത്താൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും അവർ അകറ്റപ്പെടുകയുണ്ടായി. तसलसल ഈ ഇരുണ്ട യുഗത്തിലും ആത്മീയ സംവിധാനത്തെ നിലനിർത്തുന്നതിനായി പ്രാദേശികാടിസ്ഥാനത്തിൽ അല്ലാഹു തആല തന്റെ വരിഷ്ഠദാസരെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. साख എന്നാൽ ആ മഹത്വവും പ്രൗഢിയും പ്രതാപവും മുമ്പ് മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നത് नजर आता ആദ്യകാല മുസ്ലിങ്ങളിൽ കണ്ടിരുന്ന ദൈവബന്ധം എല്ലാം അപ്രത്യക്ഷമായി. अहमद एहसानी के जरिए से रब्बुल അതുകൊണ്ട് രണ്ടാം അഹമ്മദ് മുഖേന റബ്ബുൽ ആലമീൻ ഏതൊരു വിപ്ലവമാണോ സംജാതമാക്കണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ആ മഹാത്മാവിനെ അംഗീകരിച്ചവർ തുടർന്നു കൊണ്ടുപോകേണ്ടതാണ്. ഇതിനെ തുടർന്നു കൊണ്ടുപോകുന്നവരാണ് അദ്ദേഹത്തെ അംഗീകരിക്കുന്നവർ. और റഹ്മാന്റെ ദാസരായി മാറണം. अल्लाह ताला से मदद मांगते हुए बनाने हैं। तभी हम അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് റഹ്മാന്റെ ദാസരായി മാറ്റണം. അപ്പോൾ മാത്രമാണ് മറ്റു മുസ്ലിങ്ങളിൽ നിന്നും നമുക്ക് വ്യത്യാസമുണ്ടെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസത്തിന് വാദം ഉണ്ടാവുക എന്നത് വലിയ കാര്യമല്ല.
അത് കാരണം നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യതിരിക്തമാക്കപ്പെടുകയില്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, अजीम काम कर गए। ഇസ്ലാമിന്റെ പുനർജനനത്തിലുള്ള മഹത്തായ പ്രവർത്തനം ചെയ്തു പോവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സഹാബാക്കളിൽ നിന്നും ഇബാദുർ റഹ്മാൻ ഉണ്ടായി. അവർ സത്യസ്വപ്നങ്ങളും കശ്ഫുകളും കാണുന്നവരായിരുന്നു. അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസരായി തീർന്ന ആളുകൾ അവരിൽ നിന്നും ഉണ്ടായി. सलाम के जरिए से ही ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന തന്നെ ആഖിരീന്റെ പ്രവചനം പൂർത്തിയായി. जिसने उनको മുമ്പുള്ള സഹാബാക്കളുമായി ഒത്തുചേരുന്ന പദവി അദ്ദേഹത്തിന്റെ സഹാബാക്കൾ കരസ്ഥമാക്കുകയും ചെയ്തു. ता क़यामत है। എന്നാൽ ഈ സംവിധാനവും ജമാഅത്തിന്റെ വിജയത്തെക്കുറിച്ചുള്ള പ്രവചനവും काफी नहीं है എല്ലാ ഖിയാമത്ത് വരെ നിലനിൽക്കുന്നതാണ്. के लिए अपनी നാം ഇതിനെക്കുറിച്ച് വളരെ അഭിമാനത്തോടുകൂടി എടുത്തു പറയാറുള്ളതാണ്. सिर्फ अपने അതുകൊണ്ട് ഈ വീരവാദങ്ങൾ മാത്രം മതിയായതല്ല. ഈ വിപ്ലവത്തിന്റെ ഭാഗമായി തീരാൻ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പൂർവികരുടെ അവസ്ഥയിൽ സന്തുഷ്ടരായാൽ പോരാ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബാക്കളുടെ ജീവിതത്തിൽ തുടർച്ചയായി കാണുന്ന बचाने വിപ്ലവത്തിന്റെ തുടർച്ച നിലനിർത്തേണ്ട ആവശ്യം നമുക്കുണ്ട്. जोड़ने की जिम्मेदारी ഇന്ന് ലോകത്തെ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുവാനും बस അള്ളാഹുമായി അവരെ അടുപ്പിക്കുവാനും इनफरादी और इज्तिमाई कोशिश नहीं करेंगे। ചെയ്യുന്ന ജോലി ഓരോ അഹമ്മദിയിലും നിക്ഷിപ്തമാണ്. ഇതിനുവേണ്ടി നാം വ്യക്തിപരമായും കൂട്ടായും പരിശ്രമിക്കുന്നില്ലയോ? अहमद सानी ഓരോരുത്തരും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ കടമകൾ നിറവേറ്റുന്നില്ലയോ? और ये जिम्मेदारी നാം അഹമ്മദെ സാനിയിൽ യഥാർത്ഥ അർത്ഥത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറയാൻ സാധ്യമല്ല. कायम नहीं कर നമ്മുടെ ആരാധനയുടെ ഉന്നത നിലവാരം സ്ഥാപിക്കാത്തിടത്തോളം वो इबादत നമുക്ക് ഈ കടമകൾ നിറവേറ്റാൻ സാധ്യമല്ല. जीबूली का अमली मुजाहिरा करने वाले हैं। ഫൽ യസ്തജീബൂലി എന്നതിന്റെ പ്രവർത്തന രൂപമായി തീരുന്ന അള്ളാഹുവിന്റെ ആ യഥാർത്ഥ ദാസരായി നാം മാറേണ്ടതാണ്. അവർ വൽ യുഅ്മിനു ബി എന്നതിന്റെ പ്രത്യക്ഷ രൂപങ്ങളായിരിക്കും. एहसान है ഇത് അള്ളാഹു തആലയുടെ हमारी അനുഗ്രഹമാണ്. അവൻ നമുക്ക് रमजान നമ്മെ ശരിയാക്കുന്നതിന് में मौका अता फरमाया। ഒരു റമദാൻ മാസം കൂടി നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നു. पर लबैक कहने ഇതിൽ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനും के रास्ते അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ഉത്തരമരുളാനും വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാനുള്ള വഴികൾ കൂടുതലായി തുറക്കപ്പെടുന്നു. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ कहे गए इस लफ्ज യാ ഇബാദി എന്റെ ദാസർ എന്ന സ്ഥാനപ്പേര് ലഭിക്കാൻ സൗഭാഗ്യം ലഭിച്ച നമ്മളിലുള്ളവർ ഭാഗ്യവാന്മാരാണ്. एक लगन से अल्लाह ताला के നാം ഓരോ ആവേശത്തോടും करने वाले സ്ഥിരതയോടും हज़रत मसीह അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരായിരിക്കണം. बयान करते हुए ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ മാസത്തിന്റെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് പറയുന്നു, ഈ മാസം ഹൃദയത്തെ ആത്മപ്രകാശത്താൽ നിറക്കാൻ പറ്റിയ ഉത്തമ മാസമാണ്. പറയുന്നു, നമസ്കാരം ആത്മസംസ്കരണം വരുത്തുന്നു, നോമ്പ് ഹൃദയം ആത്മപ്രകാശിതമാക്കുന്നു. रोशनी बख्शने के लिए ये महीना ഹൃദയത്തെ പ്രകാശപൂർണമാക്കി മാറ്റാൻ ഈ മാസം ഉത്തമമാണ്. की क्यों आला है ഈ മാസം എന്തുകൊണ്ടാണ് ശ്രേഷ്ഠമായി തീരുന്നത്? जिसमें बाकी महीने 29 29-30 ദിനങ്ങളുള്ള മറ്റു മാസങ്ങളെ നോക്കുമ്പോൾ ഇതിന് ബാഹ്യമായ പ്രത്യേകതയൊന്നും തന്നെയില്ല. ഈ മാസം ശ്രേഷ്ഠമാകാൻ കാരണം രണ്ട് ആരാധനകളും ഒരുമിച്ച് ഇതിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. करने की तौफीक अता फरमाई है, मौका दिया है। അതിനുള്ള അവസരം ഇതിൽ തന്റെ ദാസർക്ക് അള്ളാഹു നൽകുകയും ചെയ്യുന്നു. आप फरमाते हैं പറയുന്നു, तज़किया नफ्स से मुराद ये है कि नफ्स अमारा की शहवात से ആത്മസംസ്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദോഷപ്രവണമായ ആത്മാവിന്റെ പ്രേരണയിൽ നിന്നും ये है कि कश्फ का दरवाजा അകൽച്ച കൈവരിക്കുക എന്നതാണ്. ഹൃദയം ആത്മപ്രകാശത്താൽ നിറയുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കശ്ഫിന്റെ കവാടം അവർക്ക് തുറക്കപ്പെടുകയും അങ്ങനെ അള്ളാഹുവിനെ കാണുകയും ചെയ്യുന്നതാണ്. ഈ ഒരു ലക്ഷ്യമാണ് നാം കരസ്ഥമാക്കേണ്ടത്. दो बातें जमा റമദാനിൽ जैसे कि मैंने രണ്ട് ആരാധനകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞതുപോലെ നമസ്കാരവും നോമ്പും. अपनी नमाज റമദാനിൽ തങ്ങളുടെ നമസ്കാരങ്ങളെയും വളരെ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കേണ്ടതാണ്. जो नफ्स അത് മുഖേന നമ്മുടെ ദേഹേച്ഛകളിൽ നിന്നും നമ്മെ അകറ്റിക്കൊണ്ട് യഥാർത്ഥ അർത്ഥത്തിൽ ആത്മസംസ്കരണം കൈവരിക്കുന്നവരായി തീരുകയും हमारी അങ്ങനെ
हमारे रोजे ഞാൻ സമീപസ്ഥനാണെന്ന ദൈവ സന്ദേശം കേൾക്കുന്നവരായി തീരുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ നോമ്പും റമദാനിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ആവേശത്താൽ അനുഷ്ഠിച്ചാൽ പോരാ, മറിച്ച് നമ്മിൽ ഉണ്ടാക്കുന്ന പരിവർത്തനം സ്ഥായിയായി മാറണം. अल्लाह के इशादात पर हमेशा लबैक कहने वाला रहना है, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് എപ്പോഴും ഉത്തരമരുളുന്നവരായി നാം മാറണം. शक्ल करना है। നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ശോഭനമാക്കണം. ये सब कुछ ये सोचकर करना है कि आज ഇതെല്ലാം തന്നെ നാം ചെയ്യേണ്ടത് आप ही इस നമ്മുടെ നിലനിൽപ്പും के हकीकी बंदे बने, അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസരായി തീരുന്നതിലാണുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. देरों में होंगे। അതോടൊപ്പം ലോകത്തിന്റെ നിലനിൽപ്പും നാമുമായാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നാം സ്വയം അന്ധകാരത്തിലാണെങ്കിൽ ലോകത്തിന് ഏത് രീതിയിൽ മാർഗം കാണിക്കാനാണ് നമുക്ക് സാധിക്കുക? ഇബാദി എന്ന ആശയത്തെ നാം പോലും ശരിക്കും മനസ്സിലാക്കാത്തവരായി തീരുകയാണെങ്കിൽ മറ്റുള്ളവരെ അള്ളാഹുവിന്റെ ദാസരാക്കാൻ എങ്ങനെ വഴികാട്ടാൻ നമുക്ക് സാധിക്കും? उस काम के ഇക്കാലത്ത് അള്ളാഹു ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചിരിക്കുന്നത് हजरत सल्लल्लाहु अलैहि वसल्लम തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദൗത്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയാണ്. जो अल्लाह ताला को पाने के അള്ളാഹുവിനെ പ്രാപിക്കാൻ ആഗ്രഹിച്ച ദൈവദാസർ वसल्लम से किया था। തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ചോദ്യം आप सल्लल्लाहु अलैहि वसल्लम के आशिक അദ്ദേഹത്തിന്റെ പ്രിയ പ്രേമിയോട് ലോകർ ചോദിക്കുകയുണ്ടായി. इस्लाह का तरीका അവർക്ക് അദ്ദേഹം ഇസ്ലാമിനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. और അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. यही सवाल അങ്ങനെ ഒരു ജമാഅത്ത് തനിക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടുകയുണ്ടായി. जमात से आज दुनिया ഈ ചോദ്യം തന്നെയാണ് ഇന്ന് ലോകം വിശ്വാസികളുടെ സംഘത്തോട് ചോദിക്കുന്നത്. मोमिनी അതുകൊണ്ട് വിശ്വാസികളുടെ ജമാഅത്തിന്റെ ഓരോ വ്യക്തിയും തന്നെ इसका सही जवाब दे सकती है। ദൈവ വിളിക്ക് ഉത്തരം നൽകുകയും उस मायार को हासिल करने വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ സ്ഥാനം കരസ്ഥമാക്കുന്നവരായി മാറിയാൽ മാത്രമേ चाहिए। ईमान में तरक्की വിശ്വാസി സംഘത്തിന് ഇതിന് മറുപടി നൽകാൻ സാധിക്കുകയുള്ളൂ. करके भी खुदा ताला जवाब दे रहा होगा। അപ്പോൾ നമ്മുടെ വിളിക്ക് അള്ളാഹു ഉത്തരമരുളുകയും इन्हीं करीब का सही ഫൈന്ദി ഖരീബ് എന്നതിന്റെ ശരിയായ ഉള്ളറിവ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇന്ന് ലോകത്ത് നാലുപാടും കുഴപ്പം തന്നെയാണ്. मुसलमान ममालिक പാശ്ചാത്യമായാലും പൗരസ്ത്യമായാലും മുസ്ലിം രാഷ്ട്രങ്ങളായാലും വികസിത ക്രൈസ്തവ നാടുകളായാലും मुल्क में ലോകത്ത് അസ്വസ്ഥത പടർന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നാട്ടിൽ ശക്തമായ കലാപം അരങ്ങേറുകയുണ്ടായി. मुल्कों का ही ഇത് ഇവരുടെ കണ്ണും തുറപ്പിച്ചിരിക്കുകയാണ്. अमन ദരിദ്ര നാടുകളിലെ अमन खतरे में है। സമാധാന അന്തരീക്ഷത്തിൽ മാത്രമല്ല ഭീഷണിയുള്ളത് എന്നും നമ്മുടെ സമാധാനവും ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്നും അവർക്ക് ബോധ്യമായി. അതുകൊണ്ട് ഇതിനുള്ള ഒരേ ഒരു പോംവഴി ലോകരെ ദൈവദാസരാക്കി മാറ്റുക എന്നത് മാത്രമേ ഉള്ളൂ. कोई ताकत नहीं है ഇതെങ്ങനെയാണ് സാധിക്കുക? के जरिए से നമ്മുടെ കൈവശം ഭൗതിക ശക്തിയൊന്നുമില്ല. ഭൗതിക ശക്തി കൊണ്ട് അള്ളാഹുവിനെ തിരിച്ചറിയിപ്പിക്കാനും സാധ്യമല്ല. तरीका है ലോകത്തിന്റെ അവസ്ഥ ശരിയാക്കുന്നതിന് ഒരേ ഒരു മാർഗമാണ് ഉള്ളത്. അത് ഈ കാലഘട്ടത്തിന്റെ ഇമാം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഈ സമാധാന സന്ദേശം നിങ്ങൾ എത്തിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ സഹായം ദുആ മുഖേന കരസ്ഥമാക്കുക. जहाँ ദുആയിൽ കൂടുതൽ ശ്രദ്ധിക്കുക. वहाँ दुआओं को कोशिश ബാഹ്യമായ പരിശ്രമത്തോടൊപ്പം പ്രാർത്ഥന മുഖേന കൂടുതലായി പരിശ്രമിക്കുക. कि अल्लाह ताला എന്നാൽ മുമ്പ് ഞാൻ വിവരിച്ചതുപോലെ कबूलियत അള്ളാഹുവിന്റെ സഹായവും ദുആയുടെ സ്വീകാര്യതയും ലഭിക്കുന്നത് अमल का അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ईमान को ജീവിക്കുന്നവർക്കും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്കുമാണ്. बाज तरीक हज़रत मसीह मौद अलैहिस्सलाम ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം बाज को मुख्तसर നമുക്ക് പഠിപ്പിച്ചു തന്ന ദുആ സ്വീകാര്യതയുടെ ചില രീതികൾ ചുരുങ്ങിയ രീതിയിൽ ഞാൻ കൽപ്പിക്കാം. कहलवा അള്ളാഹുവിന്റെ ഏതെല്ലാം കാര്യങ്ങൾക്ക് ഉത്തരം നൽകിയാലാണ് അവൻ പ്രാർത്ഥന കേൾക്കുക എന്നും പറയുന്നതാണ്. या लबैक कहलवा कर अल्लाह ताला दुआओं के सुनने और जवाब देने का फरमाता है। वो किस किस्म का ईमान है जो हिदायत के रास्तों की तरफ ഹിദായത്തിലേക്ക് വഴികാട്ടിക്കൊണ്ട് അള്ളാഹുവും ദാസനും തമ്മിലുള്ള ബന്ധം को मजबूत करता है, ശക്തിപ്പെടുന്ന വിശ്വാസം ഏതെല്ലാമാണ് എന്നും പറയുന്നതാണ്. जो हज़रत मसीह मौद अलैहिस्सलाम ने बयान फरमाई है। ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്ന ഒരു ഷർത്ത് चलने वाला हो इंसान, തഖ്വയിൽ ചരിക്കുന്നവരായിരിക്കണമെന്നാണ്. खशियत हर वक्त അള്ളാഹുവിന്റെ ഭയം
എപ്പോഴും അവനുണ്ടായിരിക്കണം. ये सामने रहे, അള്ളാഹു എന്നെ എപ്പോഴും കാണുന്നുണ്ടെന്ന ചിന്ത അവനുണ്ടായിരിക്കണം. मेरा हर हरकत व सुकून उसके सामने है। എന്റെ ഓരോ അനക്കമടക്കവും അവന്റെ മുമ്പിലുണ്ട്. എന്റെ ഒരു പ്രവൃത്തിയും തന്നെ അള്ളാഹുവിനെ പ്രകോപിപ്പിക്കുന്നതാകരുത്. जिस्मानी आज़ा भी खुदा ताला के ശാരീരിക അവയവങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കണം. और तमाम अखलाक അതോടൊപ്പം എല്ലാ സ്വഭാവങ്ങളും से ताल्लुक भी സൃഷ്ടികളോടുള്ള ബന്ധവും हुक्मों के, എല്ലാം അള്ളാഹുവിന്റെ കൽപ്പനക്ക് അനുസരിച്ചായിരിക്കണം. और यही असल तकवा है। ഇതാണ് യഥാർത്ഥ തഖ്വ. अपना आंख कान नाक जुबान മനുഷ്യന്റെ കണ്ണ്, മൂക്ക്, നാക്ക്, കൈ, കാലുകൾ എല്ലാം അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്യുന്നതായിരിക്കണം. और ये उस वक्त हो सकता है അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ कि वो അടിയുറച്ച വിശ്വാസമുണ്ടാകുമ്പോഴാണ് ഇതെല്ലാം സാധ്യമാകുന്നത്. कामिल यकीन അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിത്തീർക്കുക എന്ന് ആ മഹാത്മാവ് പറയുന്നു. ये भी फरमाई कि दुआओं की कबूलियत के लिए അതുകൊണ്ടാണ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആയുടെ സ്വീകാര്യതയ്ക്കായി അള്ളാഹുവിൽ പരിപൂർണ വിശ്വാസം ഉണ്ടായിരിക്കണമെന്ന സുപ്രധാന കാര്യം പറഞ്ഞത്. ताला है അള്ളാഹു ഉണ്ടെങ്കിൽ और ये ज़मीनो आसमान ആകാശഭൂമികളെയും और तमाम ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലെ में हमें इल्म है ये നമുക്കറിയുള്ളതും ഇല്ലാത്തതുമായ സകല വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്നും और सिर्फ पैदा करने वाला ही नहीं, അവൻ എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനാണെന്നും वो तमाम ताकतों और कुदरत എല്ലാ ശക്തിപ്രഭാവത്തിന്റെയും വിളനിലയവും वो कुदरत അവനാണെന്നും അവൻ സൃഷ്ടിച്ചതിനെ कि जिस चीज को पैदा किया उसको फना भी ഇല്ലായ്മ ചെയ്യാനുള്ള ശക്തിയും करता है, जिस चीज को चाहे वो पैदा कर दे। അവനുണ്ടെന്നും അവൻ ഉദ്ദേശിക്കുന്നതിനെ ഉണ്ടാക്കാൻ കഴിവുള്ളവനാണെന്നും देने वाला भी है और मौत देने वाला भी है, मुर्दों को जिंदा ജീവൻ നൽകുന്നവനും मारने वाला है മരണം നൽകുന്നവനും അവനാണെന്നും और മൃതരെ ജീവിപ്പിക്കുന്നവനും ജീവനുള്ളതിനെ മരിപ്പിക്കുന്നവനും അവനാണെന്നും जो मुर्दों में ദുആ മുഖേന नई रूह फूंक देती है। മൃതരായവരിൽ പുതിയ ആത്മാവ് ഇടപെടുന്ന രീതി വിപ്ലവം ഉണ്ടാക്കാൻ കഴിവുള്ളവനാണെന്നും रखता है അവനെക്കുറിച്ച് വിശ്വസിക്കണം. उनको कबूल करे। അങ്ങനെയുള്ള ദൈവം നമ്മുടെ ദുആ സ്വീകരിക്കുന്നവനാണെന്ന വിശ്വാസം ഉണ്ടായിരിക്കണം. आपने फरमाया कि उन दुआओं को सुनकर कबूल करता है जिसे वो बेहतर ഉത്തമമാണെന്ന് അവൻ फिर दुआ के लवाज़िमात കാണുന്ന പ്രാർത്ഥനകൾ അവൻ സ്വീകരിക്കുന്നതാണ്. ദുആ സ്വീകാര്യതയുടെ മറ്റൊരു നിബന്ധന ദുആയിൽ ഉള്ളൊരുക്കം ഉണ്ടായിരിക്കണമെന്നതാണ്. പ്രാർത്ഥിക്കുമ്പോൾ വെറും ചില വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് നമസ്കാരത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും വിരമിച്ചാൽ മതിയാകുന്നതല്ല, മറിച്ച് അതിലെല്ലാം ഉള്ളൊരുക്കവും ഹൃദയ സാന്നിധ്യവും ഉണ്ടായിരിക്കേണ്ടതാണ്. ഹൃദയം ഉരുകുകയും കണ്ണുനീർ ഒഴുക്കുകയും ചെയ്യണം. എന്റെ ദുആ സ്വീകരിക്കുന്നവനും എന്റെ അവസാന അത്താണിയും അള്ളാഹു മാത്രമാണെന്ന ചിന്തയോടെ ഒഴുകുന്ന കണ്ണീരായിരിക്കണം. അത് അസ്വസ്ഥജനകമായ ഒരവസ്ഥ കൈവരണം. ഇതെന്റെ അവസാന പിടിവള്ളിയാണെന്നും ഇത് നഷ്ടപ്പെട്ടാൽ എന്റെ ഇരുലോകം നഷ്ടപ്പെടുന്നതുമാണ് എന്ന ചിന്തയും മനപ്രയാസം ഉണ്ടായിത്തീരണം. ദുആ ചെയ്യുമ്പോൾ ഈ ഒരവസ്ഥയാണ് ഉണ്ടായിത്തീരേണ്ടത്. ദുആ സ്വീകാര്യതയുടെ മറ്റൊരു നിബന്ധന വിനയത്വമാണ്. ഈ വിനയത്വമാണ് അള്ളാഹുവിന്റെ സമീപത്തേക്ക് നമ്മെ അടുപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, നിങ്ങളുടെ ചിന്തയിൽ മറ്റെല്ലാവരെക്കാളും മോശമായി നിങ്ങൾ സ്വയം കരുതുക. ഒരുപക്ഷെ ദൈവ ദർബാറിൽ ഈ ഒരു കാരണം മുഖേന പ്രവേശനം സിദ്ധിച്ചേക്കാം. വിനയത്തിൽ പൂർണ്ണത പ്രാപിക്കുമ്പോൾ തങ്ങളെ എളിയവനാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, തന്നെ നാനാവിധ അഹങ്കാരത്തിൽ നിന്നും പവിത്രമാക്കുകയാണെങ്കിൽ മാത്രമേ അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. वरना मुतकब्बिर का खुदा ताला അഹങ്കാരിക്ക് ദൈവസാമീപ്യം കരസ്ഥമാക്കാനുള്ള ഒരു സാധ്യതയുമില്ല. का कोई इम्कान नहीं है। और जब खुदा ताला का वसल അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കുന്നില്ലെങ്കിൽ तो फिर दुआओं की कबूलियत भी नहीं। ദുആ സ്വീകരിക്കപ്പെടുകയുമില്ല. हज़रत मसीह मौऊद अलैहिस्सलाम एक जगह फरमाते हैं, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, इस्तराब വിനയത്തോടും ഉള്ളുരക്കത്തോടും തകർന്ന ഹൃദയത്തോടും കൂടി ചെയ്യപ്പെടുന്ന ദുആ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നു. അത് സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നു. എന്നാൽ बगैर हासिल नहीं। ഇതും അള്ളാഹുവിന്റെ കൃപാതിരേകത്താൽ മാത്രമേ കരഗതമാവുകയുള്ളൂ എന്നതാണ് ഏറെ പ്രയാസകരമായിട്ടുള്ളത്. की जरूरत है।
യഥാർത്ഥ പ്രാർത്ഥന ലഭിക്കേണ്ടതിനും ദുആയുടെ ആവശ്യമുണ്ട്. यही मिले ദുആ ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കാനായി സ്ഥിരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്വീകാര്യയോഗ്യമായ പ്രാർത്ഥന ചെയ്യാൻ തൗഫീക്ക് ലഭിക്കാനും ദുആ ചെയ്യണം. से गफलत ഈ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ ഒരിക്കലും തന്നെ ദുആയിൽ അശ്രദ്ധ ഉണ്ടാകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. സൽപ്രവർത്തി ചെയ്യാനും ദൈവസാമീപ്യം കരസ്ഥമാക്കാനും അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. आप अलैहिस्सलाम एक जगह फरमाते हैं ഒരു സ്ഥലത്ത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, തന്റെ സൃഷ്ടികൾക്കായി अपनी मखलूक അള്ളാഹ് ജല്ല ഷാനഹു തുറന്നിട്ടിരിക്കുന്ന കവാടം ഒന്ന് മാത്രമാണ്, दुआ അത് ദുആയാണ്. बुकाओजारी ഒരാൾ നമ്ര ശിരസ്കനായി ഈ കവാടത്തിലൂടെ പ്രവേശിക്കുമ്പോൾ മൗലാ കരീം की और तहारत की चादर पहना അവൻ പരിശുദ്ധതയുടെയും പവിത്രതയുടെയും പുതപ്പ് അവനെ പുതപ്പിക്കുന്നു. कि बेजा काम തന്റെ മഹത്വത്തിന്റെ സ്വാധീനം അവനിൽ ഇട്ടുകൊടുക്കുന്നു. അങ്ങനെ നിരർത്ഥകമായ പ്രവർത്തനങ്ങളിൽ നിന്നും അവൻ ബഹുദൂരം ഓടിയകലുന്നു. से അതുകൊണ്ട് നമ്ര ശിരസ്കരായി തങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് जाते हुए ഭൗതിക കളിതമാശകളിൽ നിന്നും തന്നെ രക്ഷിച്ച് അള്ളാഹു हो जाते हैं തന്റെ കാരുണ്യത്തിന്റെ പുതപ്പിക്കുന്ന വരിഷ്ഠദാസർ ഉൾപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ്. उनको അവരെ कर देता है। ദുഷ്പ്രവർത്തിയിൽ നിന്നും അകറ്റുന്നു. हासिल करने के लिए भी ഈ സ്ഥാനം കരസ്ഥമാക്കാൻ इंसान को ही करनी पड़ती ആദ്യം പരിശ്രമിക്കേണ്ടത് മനുഷ്യനാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ അവന് ആദ്യം കുമ്പിടേണ്ടി വരുന്നു. ഇതാണ് അള്ളാഹുവിന്റെ നിയമം. है। उन्होंने शरीयत है, अल्लाह ताला ने ശരീഅത്ത് നിയമം ഇതാണ്. അള്ളാഹു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. दुआओं की कबूलियत के लिए ദുആ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട ये है കൽപ്പനകളിൽ ഒന്ന് जिक्र हो चुका है। അള്ളാഹുവിന്റെ കടമകളും तो अल्लाह ताला और बंदों के हुकूक हैं। സൃഷ്ടികളുടെ കടമകളും നിറവേറ്റുക എന്നതാണ്. इस बारे में फरमाते ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സംബന്ധമായി പറയുന്നു, मखलूक का हक तुम पर बाकी रहे। സൃഷ്ടികളുടെ കടമകൾ നിറവേറ്റാനും याद रखो जो मखलूक സൃഷ്ടാവിന്റെ കടമകൾ നിറവേറ്റാനുമുള്ള ബാധ്യത നിങ്ങളിൽ ഇല്ലാത്ത വിധത്തിൽ നിങ്ങൾ ആയിത്തീരേണ്ടതാണ്. फिर आप फरमाते हैं സൃഷ്ടികളുടെ അവകാശങ്ങൾ ധ്വംസിക്കുന്നവന്റെ ദുആ സ്വീകരിക്കപ്പെടുന്നതല്ല, കാരണം അവൻ അക്രമിയാണ്. इस तरह डरता है വീണ്ടും പറയുന്നു, ആരിലെങ്കിലും പ്രയാസത്തിന് നാളുകൾ വന്നുപെട്ടാൽ ഭയപ്പെടുന്നത് പോലെ സമാധാനാവസ്ഥയിൽ ഭയപ്പെടുന്നവരിലാണ് അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കുന്നത്. इस तरह डरता है जिस तरह किसी ശാന്തി സമാധാനമുള്ള അവസ്ഥയിൽ അള്ളാഹുവിനെ മറക്കാത്തവരെ के वक्त खुदा को नहीं भुलाता, പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ അള്ളാഹു അവരെ മറക്കുന്നതല്ല. के वक्त में नहीं भुलाता, എന്നാൽ ശാന്തി സമാധാന കാലത്ത് को ऐश में बसर करता है സുഗാഢംബരങ്ങളിൽ മുഴുകി പ്രയാസത്തിന്റെ നാളുകളിൽ ദുആ ചെയ്യാൻ തുടങ്ങിയാൽ नहीं होती। അങ്ങനെയുള്ളവരുടെ ദുആ സ്വീകരിക്കപ്പെടുന്നതല്ല. तुम्हें अल्लाह ताला की तरफ ഇവിടെ പറയുന്നത് तवज्जो रखनी चाहिए। സമാധാനാവസ്ഥയിൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് ശ്രദ്ധിക്കണമെന്നാണ്. कबूलियत का राज അവനോട് ദുആ ചെയ്യേണ്ടതാണ്. अल्लाह ताला ने जब कहा ना मेरी बात ദുആ സ്വീകാര്യതയുടെ രഹസ്യം ഇതിലടങ്ങിയിട്ടുണ്ട്. कि हर हालत എന്റെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. मुश्किल എല്ലാ അവസ്ഥയിലും അവനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. വെറും റമളാനിൽ മാത്രം പോരാ, ഏതെങ്കിലും പ്രയാസം വരുമ്പോഴോ ബുദ്ധിമുട്ടിൽ അകപ്പെടുമ്പോഴോ മാത്രം പോരാ. अल्लाह ताला के हुजूर झुकना സമാധാനത്തിൽ കഴിഞ്ഞുകൂടുന്ന സാധാരണ ദിവസങ്ങളിലും അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതാണ്. ആത്മാവ് പറയുന്നു, अपने अंदर पाक ദുആ സ്വീകാര്യതയ്ക്ക് മറ്റൊരു നിബന്ധന से नहीं बच सकता മനുഷ്യൻ തന്നിൽ ഒരു പരിശുദ്ധ മാറ്റം വരുത്തുക എന്നതാണ്. है। തിന്മയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ, അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ ലംഘിക്കുകയാണെങ്കിൽ कि फलयस्तजीब ദുആയിൽ ഒരു സ്വാധീനവും ഉണ്ടാകുന്നതല്ല. അള്ളാഹു ഫൽയസ്തജീബൂലി എന്ന് പറഞ്ഞപ്പോൾ എന്റെ കാര്യത്തിന് അവർ ഉത്തരമരുളട്ടെ. बातों की तलाश करनी होगी। അപ്പോൾ അള്ളാഹു ചെയ്യാനായി പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. अल्लाह അതെല്ലാം പ്രാവർത്തികമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ताला से बचने की അതോടൊപ്പം ഏതെല്ലാം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ हुक्म दिया। അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നുവോ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാൻ പരിശ്രമിക്കുകയും വേണം. വിശുദ്ധ ഖുർആനിൽ ഈ കൽപ്പനകൾ നൂറുകണക്കിനായി നമുക്ക് കാണാവുന്നതാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹുവിന്റെ മഹത്വം നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുക, अपनी आंखों के അവന്റെ പ്രതാപത്തെ നിങ്ങളുടെ കൺമുമ്പിൽ കൊണ്ടുവരിക. कुरान करीम में വിശുദ്ധ ഖുർആനിൽ 500-നടുത്ത് കൽപ്പനകളുണ്ട്. हर यक उज അത് അവൻ നിങ്ങളുടെ ഓരോ അവയവത്തിലും ഓരോ ശക്തിയിലും ഓരോ ജീവിതശൈലിയിലും ഓരോ അവസ്ഥയിലും ഓരോ പ്രായത്തിലും സ്ഥാനമാനങ്ങളിലും
കാര്യം ഗ്രഹിക്കുന്ന അവസ്ഥയിലും വിവിധ പ്രകൃതിയിലും വിവിധ വ്യക്തിത്വത്തിലും വിവിധ കൂട്ടായ അവസ്ഥയിലും നിങ്ങളെ പ്രകാശത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ക്ഷണത്തെ നന്ദിപൂർവ്വം നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഈ വിഭവങ്ങൾ അതെല്ലാം കഴിക്കുക, അതിൽ നിന്നെല്ലാം ഫലമെടുക്കുക. ഈ കൽപ്പനകളിൽ നിന്ന് ഒരു കൽപ്പനയെ പോലും നിരാകരിക്കുന്നവൻ വിധിനാളിൽ പിടിക്കപ്പെടുമെന്ന് ഞാൻ സത്യമായും പറയുന്നു. മോക്ഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദീനുൽ അജായിസ് സ്വീകരിക്കുക. വിനയത്തോടെ വിശുദ്ധ ഖുർആനാകുന്ന മുഖം തന്റെ കഴുത്തിലേറ്റുക. ദീനുൽ അജായിസ് എന്ന് പറഞ്ഞാൽ ഓരോ കൽപ്പനയും എത്ര കണ്ട് പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ ചെയ്യുക. പിന്നീട് പുരോഗതി പ്രാപിക്കുന്നതായിരിക്കും. തുടക്കത്തിൽ കഴിവിന്റെ പരമാവധിയും കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ്. പറയുന്നു, വിശുദ്ധ ഖുർആനാകുന്ന മുഖം തന്റെ കഴുത്തിലേറ്റുക. ദുർഭകൻ നാശമടയുന്നതാണ്, ധിക്കാരി നരകത്തിലേക്ക് തള്ളിവിടപ്പെടുന്നതാണ്. താഴ്മയോടെ ആരാണോ തല താഴ്ത്തി കൊടുക്കുന്നത് അവർ മരണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. ഭൗതിക സുഖസൗകര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കുക. അങ്ങനെയുള്ള ചിന്തകൾക്ക് നാശമാണ് ഫലം. നിങ്ങൾ ആരാധിക്കേണ്ടത് സൃഷ്ടാവിനെ ആരാധിക്കേണ്ട കടമ സൃഷ്ടിക്കുണ്ട് എന്ന് കരുതിയായിരിക്കണം. നിങ്ങളുടെ ജീവിതം ആരാധനയായി മാറട്ടെ. നിങ്ങളുടെ ഓരോ സൽപ്രവർത്തനത്തിന്റെയും പിന്നിലുള്ള വികാരം നിങ്ങളുടെ യഥാർത്ഥ പ്രേമിയും യഥാർത്ഥ പ്രത്യുപകാരിയുമായ അള്ളാഹു നിങ്ങളോട് തൃപ്തിപ്പെടട്ടെ എന്നായിരിക്കണം. ഇതിനേക്കാൾ താണ ചിന്താഗതി കാലിടറാൻ കാരണമാകുന്നതാണ്. ഈ റമളാനിൽ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്നവരായി നാം മാറട്ടെ. ഈ റമളാനോടൊപ്പം ദുആ സ്വീകാര്യതയും കൽപ്പനാ പാലനവും വിശ്വാസത്തിൽ ദൃഢതയും നാം കരസ്ഥമാക്കണം. അള്ളാഹു പറയുന്നു, ഞാൻ എന്റെ ദാസരുടെ നന്മക്കായും അവരെ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും നാശനഷ്ടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിന് എപ്പോഴും തയ്യാറാണ്. എന്നാൽ ദാസർ തന്റെ ദാസത്വത്തിന്റെ കടമകൾ നിറവേറ്റേണ്ടിയിരിക്കുന്നു. തങ്ങളെ എന്റെ വരിട്ട ദാസരിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളും അള്ളാഹുവിന്റെ ദാസർ ദൈവപ്രീതിക്കായി സൃഷ്ടികളോട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായി വരും. അങ്ങനെ ലോകത്ത് ഇബാദുർ റഹ്മാൻ അധികരിക്കുമാറാകട്ടെ. ഈ ഇബാദുർ റഹ്മാൻ മുഖേന ലോകം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും വിളനിലമായി മാറട്ടെ. അങ്ങനെ ഈ ലോകത്ത് സ്വർഗീയാവസ്ഥ സംജാതമായി തീരട്ടെ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിലുള്ള ദൃഢതയുടെ വാദം കാലഘട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന വാദം, സൃഷ്ടികളോടുള്ള സഹാനുഭൂതി എന്ന സുപ്രധാന കർത്തവ്യം ദൈവിക ജമാഅത്തുകളെ ഏൽപ്പിച്ചിരിക്കുന്നതും നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് നാം അള്ളാഹുവിന്റെ വരിഷ്ഠദാസരിൽ ഉൾപ്പെടണമെന്നാണ്. അള്ളാഹു ദുആ സ്വീകരിക്കുന്ന ദാസരിൽ നാം ഉൾപ്പെടേണ്ടതാണ്. തങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്തിയ ദാസരിൽ നാം ഉൾപ്പെടേണ്ടതാണ്. സൃഷ്ടികളോടുള്ള സഹാനുഭൂതി കാരണം അവരെ തിന്മയിൽ നിന്നും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നവരിൽ നാം ഉൾപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഈ റമദാൻ ഈ കാര്യങ്ങൾക്ക് ട്രെയിനിങ് നൽകാനും യഥാർത്ഥ ദാസരായി തീരാനും നമ്മുടെ വിശ്വാസത്തിൽ ദൃഢത കൈവരിക്കാനും അങ്ങനെ ശോഭയുള്ളവരാക്കി തീർക്കാനുമാണ് വന്നത്. അതുകൊണ്ട് ഇതിനെ നാം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നാം സൗഭാഗ്യവാന്മാരായിത്തീരും. അള്ളാഹു നമുക്ക് ഇതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകരെ ഇന്ന് ഫസാദിൽ നിന്നും രക്ഷിക്കാനും നാശത്തിന്റെ ഗർത്തത്തിൽ ആപതിക്കുന്നതിൽ നിന്നും സംരക്ഷിക്കാനും ഭൗതിക സാധന സാമഗ്രികളുടെ ആവശ്യമില്ല. അവ കൊണ്ടൊന്നും ഇത് നടക്കുകയുമില്ല. അതിനു വേണ്ടത് ദുആയുടെ ആയുധമാണ്. അതുകൊണ്ട് റമദാനിൽ നമുക്ക് വേണ്ടിയും നമ്മുടെ മക്കളുടെ ദൈവ സാമീപ്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഈ ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയും ദുആ ചെയ്യുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മുസ്ലിങ്ങളുടെ മഹത്തായ ഭാഗ്യം എന്നത് അവരുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണെന്നതാണ്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ശരിയായ അറിവ് ഇന്ന് അഹമ്മദികൾക്ക് മാത്രമാണുള്ളത്. നമ്മുടെ ദൈവം ദുആ കേൾക്കുന്നവനാണെങ്കിൽ
നിരാശരാകേണ്ട ഒരു ആവശ്യവുമില്ല. നാം നിരാശരല്ല. ഇൻഷാ അല്ലാഹ് ജമാഅത്തിന്റെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർത്തിയാകും എന്നതിൽ ഒരു സംശയവും നമുക്കില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതാക ലോകത്ത് പാറി പറക്കുന്ന ആ സുദിനം വരിക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ സന്മാർഗം കരസ്ഥമാക്കിയവരുടെ അംഗസംഖ്യ ആ നാളിൽ അധികമായിരിക്കും. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹു നമ്മെ അവന്റെ മാർഗദർശനം കരസ്ഥമാക്കിയ വരിഷ്ഠദാസരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു തആല ഈ റമളാനിൽ നമുക്കെല്ലാവർക്കും അതിന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നും ചില ജനാസ ഗായിബുകളുണ്ട്. ഒരു ജനാസ സൂബേദാർ റിട്ടയർഡ് രാജ മുഹമ്മദ് മിർസ ഖാൻ സാഹിബിന്റേതാണ്. ഇദ്ദേഹം റബുവ സ്വദേശിയാണ്. ഓഗസ്റ്റ് 4-ാം തീയതി 90-ാം വയസ്സിലാണ് വഫാത്തായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സൈന്യത്തിലാണ് ജോലി ചെയ്തിരുന്നത്. 2-ാം ലോക മഹായുദ്ധത്തിൽ സൈന്യത്തിലുണ്ടായിരുന്നു. പാകിസ്ഥാൻ രൂപീകരിക്കുന്നതിന് കുറച്ചു മുമ്പ് ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹം ഖാദിയാനിൽ വന്നു താമസിച്ചു. ഫുർഖാൻ ബറ്റാലിയനിൽ സേവനമനുഷ്ഠിക്കാൻ സാധിച്ചു. 1953 ചില സുപ്രധാന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളും തിലാവത്ത് കൃത്യമായി ചെയ്യുന്ന ആളുമായിരുന്നു. നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുകയും ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുകയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആളുമായിരുന്നു. ദഅവത്തെ ഇലല്ലാഹ് പ്രവർത്തനത്തിൽ വലിയ ആവേശമായിരുന്നു. ഖിലാഫത്തിനോട് നല്ല ബന്ധമായിരുന്നു. ഖലീഫയുടെ എല്ലാ പ്രോഗ്രാമുകളും വളരെ ശ്രദ്ധയോടെ കാണുകയും കേൾക്കുകയും ഓർമ്മ വെക്കുകയും ചെയ്തിരുന്നു. മൂസിയായിരുന്നു. 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമുണ്ട്. രാജ മുനീർ അഹമ്മദ് സാഹിബ് എന്ന ഒരു മകൻ ജാമിയ അഹമ്മദിയ റബോയുടെ പ്രിൻസിപ്പാളാണ്. രാജ മുഹമ്മദ് യൂസുഫ് സാഹിബ് ജർമ്മനിയിലെ ഉമൂറെ ഖാരിജ സെക്രട്ടറിയാണ്. അള്ളാഹു മർഹൂമിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അമീന ബീഗം സാഹിബയുടേതാണ് അടുത്ത ജനാസ. ഷെയ്ഖ് നദീർ അഹമ്മദ് സാഹിബിന്റെ ഭാര്യയാണ്. റബുവ സ്വദേശിനിയാണ്. ഓഗസ്റ്റ് 7-നാണ് വഫാത്തായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റബുവയിലെ ആദ്യകാല നിവാസികളിൽ ഉൾപ്പെടുന്നു. ഖാദിയാനിൽ നിന്നും ഹിജ്റത്ത് ചെയ്ത് വന്നവരാണ്. സൽസ്വഭാവിയും സേവന തൽപരതയും ഉള്ളവരായിരുന്നു. മുഖ്ലിസയായിരുന്നു. ഖിലാഫത്തിനോട് ആത്മാർത്ഥക്കൂറും സ്നേഹവും ഉണ്ടായിരുന്നു. മുഹല്ല അടിസ്ഥാനത്തിൽ 50 വർഷത്തോളം വിവിധ വകുപ്പുകൾ ലജ്നയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. പ്രവർത്തനത്തിൽ വലിയ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകി. മുഹല്ലയിലെ കുട്ടികളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നു. ഇവരുടെ മകൻ ഷെയ്ഖ് മുബാറക് അഹമ്മദ് സാഹിബ് നാസിർ ബൈത്തുൽ മാൽ അഹമ്മദ് റബുവയാണ്. ഷെയ്ഖ് നദീർ അഹമ്മദ് സാഹിബ് ജർമ്മനിയിലാണ്. അദ്ദേഹം അൻസാറുള്ള ജർമ്മനിയുടെ ദഅവത്തെ ഇലല്ലാഹ് ഖായിദാണ്. ഇവരുടെ ഒരു മരുമകൻ മുറബ്ബിയാണ്. അയൽവാസികളുമായി ഇവർക്ക് നല്ല ബന്ധമായിരുന്നു. വസിയത്ത് ചെയ്തിരുന്നു. അള്ളാഹു ഇവരുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله.
عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.